ഹായ് ഗിയവൺ ഫാമിലി, വെൽക്കം ബാക്ക് ടു ദ ഷോ. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ഫീച്ചർ ചെയ്യാൻ പോകുന്നത് BMW M2 എന്നുള്ള വെഹിക്കിളാണ്. ഇറ്റ്സ് ക്വൈറ്റ് എ പവർഫുൾ വെഹിക്കിൾ. M2 എന്നുള്ള വെഹിക്കിളിൻ്റെ കോമ്പിനേഷൻ ഇസ് വിത്ത് ദ പവർ ആൻഡ് ഹാൻഡ്ലിംഗ്. അപ്പോൾ ആ ഒരു വെഹിക്കിളിനെ പറ്റിയിട്ട് കംപ്ലീറ്റ് ചെയ്ത ഡീറ്റെയിൽ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് വി ഡു ഹാവ് ടുഡേ സ്റ്റീവ് മാത്യു. ഹീസ് എ ഗുഡ് ഫ്രണ്ട് ഓഫ് മൈൻ, എ യങ് വെഹിക്കിൾ enthusiast whom you guys should meet. So let us see how the vehicle is. Steve, how are you? All good, man. How are you? Good, thank you. അപ്പോൾ സ്റ്റീവാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ വെഹിക്കിൾ എന്തൂസിയാസ്റ്റ് അല്ലെങ്കിൽ വെഹിക്കിൾ മാനിയാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. സോ സ്റ്റീവ്, ലെറ്റ് മീ ബി ഡയറക്ട്ലി ആസ്കിങ് യു ദ ഫസ്റ്റ് തിങ്, വൈ M2? The thing is, GTA കിട്ടിയപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു പവർഫുൾ വണ്ടി തോന്നിയത് വാസ് BMW ഓഫ് കോഴ്സ്. പിന്നെ M4ഉം ലൈക്ക് കുറച്ച് കോമൺ ആയി. പിന്നെ M5 ആണെങ്കിൽ ഇറ്റ്സ് വെരി എക്സ്പെൻസീവ്. And huge as well. ഇറ്റ്സ് ഹ്യൂജ് ഓൾസോ. Yeah. അപ്പോൾ എൻ്റെ ഒരു സൈസിന് ഒരു ക്യൂട്ട് ആയിട്ടുള്ള വെഹിക്കിൾ which do perform well. and same engine as M4 also. M3 M4 same engine. S55 engine. അപ്പോൾ പെർഫെക്റ്റ് തോന്നി. അപ്പോൾ നമുക്ക് ആ സൈസിന്റെ ബെനിഫിറ്റ് കൂടി കിട്ടും. അതെ, അപ്പോൾ നമുക്ക് റോഡിൽ സുഖമായിട്ട് ഓടിക്കാം. അതുകൂടി ഹാൻഡ്ലിംഗ് ഇസ് മച്ച് ബെറ്റർ അല്ലേ? അപ്പോൾ GTI ആണ് സ്റ്റീവിന് M2 എന്നുള്ള വെഹിക്കിളിലേക്ക് ഒരു ഇൻസ്പിറേഷൻ കൊടുത്ത്. എന്നുവെച്ചാൽ GTI ഇസ് അനദർ വെഹിക്കിൾ യു ഓൾ ഷുഡ് ട്രൈ ഇഫ് പോസിബിൾ. എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു പെർഫോമൻസ് ലെവൽ ഓൾറെഡി നോർമൽ പോളോ GT തന്നെ പെട്രോളായാലും ഡീസലായാലും ഇറ്റ് ഡു പെർഫോം വെൽ. പക്ഷേ GTI എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ബ്രീഡ്. നമുക്ക് ആ വെഹിക്കിൾ എക്സ്പീരിയൻസ് പിന്നെ മനസ്സിലാവും. അപ്പോൾ അതിൽ നിന്നാണ് സ്റ്റീവ് ഇതിലേക്ക് M2ലേക്കുള്ള ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. ദാറ്റ് ഇസ് ക്വൈറ്റ് ഗുഡ്. അതുപോലെ സ്റ്റീവ് ഈ വെഹിക്കിളിനകത്ത് ചെയ്തിരിക്കുന്ന എക്സ്ട്രാസ് എന്തൊക്കെയാണ്? ആദ്യം ഐ നോ യു ഹാവ് ഡൺ എ ലോട്ട്, പക്ഷേ നമുക്ക് ചെറുതായിട്ട് പറയുകയാണെങ്കിൽ ഓക്കെ, ടു സം അപ്പ്, ഞാൻ എല്ലാം OEM കാർബൺ ഫൈബർ സോഴ്സ് ചെയ്ത് പുറത്തുനിന്ന്. ഓക്കെ. ഇപ്പം ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും എവിടെയൊക്കെ പോസിബിലിറ്റി ലൈക്ക് കമ്പനിയിൽ നിന്ന് എവിടെയൊക്കെ തരുന്നു ഒക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ അപ്പാർട്ട് ഫ്രം ദാറ്റ് ട്യൂണിങ്ങിൽ എന്താ പറയുക, സ്റ്റേജ് 2 ആക്കി. എല്ലാം റീപ്ലേസ്മെൻറ്റ്, അല്ലാണ്ട് എക്സ്ട്രാ വയറിങ് ടേബോ ഒന്നും അങ്ങനെയൊന്നും മാറ്റിയില്ല. ജസ്റ്റ് ഡ്രോപ്പ് ഇൻ റീപ്ലേസ്മെൻറ്റ് സ്റ്റഫ് മാത്രം എല്ലാം അങ്ങനത്തെ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഹാംഫുൾ ആയിട്ടൊന്നും ചെയ്തിട്ടില്ല. ഓക്കെ. പിന്നെ ആക്രയുടെ മിഡ് പൈപ്പ് വരെ വെച്ചു, കാറ്റ് ബാക്ക് മിഡ് പൈപ്പും ടൗൺ പൈപ്പ് VSRF ഹീറ്റ് ഷീൽഡ്, ഓക്കെ, സെറാമിക് കോട്ടഡ്. അപ്പോൾ അതും പെർഫെക്റ്റ്. ഗുഡ്. ഈ വെഹിക്കിളിൻ്റെ ഡീറ്റെയിലേക്ക് പോവുകയാണെങ്കിൽ ഒരുപാടുണ്ട്. ഇപ്പോൾ ഇൻറ്റീരിയേഴ്സിലാണെങ്കിലും വെഹിക്കിളിൻ്റെ എക്സ്റ്റീരിയേഴ്സ് ആണെങ്കിലും ഒരുപാട് സ്റ്റീവിനകത്ത് ഡീറ്റെയിൽഡ് ബൈ ഡീറ്റെയിൽ നോക്കുകയാണെങ്കിൽ പാർട്ട് ബൈ പാർട്ട് ഹി ഹാസ് ഡൺ എ ഗുഡ് ജോബ്. ഫോർ എക്സാമ്പിൾ, ഈ ഒരു ഇത് സ്റ്റീവ് മാത്യു എന്നുള്ളത്, വാട്ട് ഇസ് സ്റ്റോറി ബിഹൈൻഡ് ദാറ്റ്? യു ടോൾഡ് മീ ഇറ്റ് വാസ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ ഞാൻ കുറേ തപ്പി. ഓക്കെ. ഐ ജസ്റ്റ് വാണ്ടഡ് മൈ നെയിം ഇൻ എ സട്ടിൽ വേ ഓൺ ദ കാർ. ഓക്കെ, ഗുഡ്. അപ്പോൾ അധികം എന്തെങ്കിലും ടെൻറ്റഡ് ആൾ കാണുന്നില്ല, പേരെങ്കിലും കാണാമല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചു. പക്ഷേ ടു ഗെറ്റ് ദിസ് വാസ് റിയലി ഹാർഡ്. ഓക്കെ. അപ്പോൾ കുറേ തപ്പി നടന്ന്, എൻ്റെ സിൻസ് ഐ വാസ് ഇൻ ജർമ്മനി അവിടെയും കുറേ സെർച്ച് ചെയ്തു. സോ സമൺ ടോൾഡ് മീ ഇങ്ങനെ ഇറ്റലിയിൽ ഒരാൾ ചെയ്യുന്നുണ്ട് റീറ്റെയിലായിട്ട്. സോ what they do is that അവർ ഈ ഫെറാറിക്കും ലാംബോർഗിനിക്കും ലോഗോ അടിച്ചു കൊടുക്കും. ഏതാ ഫെറാറിയും ലാംബോർഗിനിക്കും അടിച്ചു കൊടുക്കില്ലേ, സെയിം ഫാക്ടറിയിൽ നിന്ന് ഞാൻ വെച്ചു എൻ്റെ പേര് അടിച്ചു കിട്ടുമെന്ന്. പക്ഷേ വീട്ടിൽ കുറേ റിക്വസ്റ്റ് ചെയ്ത് ചോദിച്ച് അങ്ങനത്തെ ഒരു പ്രോസസ്സായിരുന്നു. Yeah, it took like ഒരു 1.5 months to get this done. അപ്പോൾ ഈ പുള്ളിനാണ് ലാംബോർഗിനി, ഫെറാറി അങ്ങനത്തെ സ്പോർട്സ് കാറിന് ചെയ്യുന്നത്? അല്ല, ഈ പുള്ളിയല്ല. ദ തിങ് ഇസ് ഒരു ഫാക്ടറി ആണ്. എന്നിട്ട് അവര് ഒരു ലൈക്ക് അറൌണ്ട് 2-3 പീപ്പിൾ, ഐ ഗെസ്, എനിക്കറിയില്ല എത്ര പേരുണ്ടെന്ന്, ഒരു ചെറിയ ഷോപ്പ് നടത്തുന്നുണ്ട്. ചെറിയ ടീം ഇങ്ങനെ പുറത്ത് വിൽക്കാനായിട്ട് എക്സ്ട്രാ മണി, ഐ ഗെസ്. അങ്ങനെ ചെയ്ത് കിട്ടി. ഗുഡ്. എന്ന് വെച്ചാൽ ഇതിന്റെ ക്വാളിറ്റി, നമുക്ക് ക്വാളിറ്റി നേരിട്ട്, ഐ എം നോട്ട് ഷുവർ ഹൗ യു ഗുഡ് ഗെറ്റിംഗ് ദ ക്യാമറ, പക്ഷേ ഇതിന്റെ ക്വാളിറ്റി ഈസ് ക്വൈറ്റ് ഇംപ്രസീവ്. Yeah, because it's factory made, no? And that too not a normal factory. Yeah. If we're Ferrari, Lamborghini, so obviously they'll be having the quality standards. It's quite interesting. അതുപോലെ ഫ്രണ്ടിലും മറ്റേ SM ലോഗോ ഒന്ന് അടിച്ചു വെച്ചു. Same thing, Steve Matthew. Yeah. This you're doing it as your project car പോലെയാണോ സ്റ്റീവ് കാണുന്നത്? എന്നുവെച്ചാൽ you have done a lot. Really, you have invested a lot in this vehicle. അപ്പോൾ ലൈക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒന്നും എക്സ്ട്രാ ഓർ ഓവർ വർക്ക് ചെയ്യാത്ത പോലെ. You done a good job. I'll say you done a good job. Really impressive. സ്റ്റീവ് എവിടുന്നാണ് ഈ പാർട്സ് എല്ലാം സോഴ്സ് ചെയ്യുന്നത്? ലെറ്റ് ഇറ്റ് ബി OEM അല്ലെങ്കിൽ കാർബൺ ഫൈബർ ടിപ്സ്, അതെല്ലാം എവിടുന്നാണ് സോഴ്സ് ചെയ്യുന്നത്? എന്ന് വെച്ചാൽ ഐ നോ ഇറ്റ് അതന്നെ ഒരു തൊഴിലായി മാറുന്നുണ്ട്. നമ്മൾ സെർച്ച് ചെയ്ത് ഏജൻസിനും ഡീലേഴ്സിനും കിട്ടുക, ഇറ്റ്സ് എ ക്വൈറ്റ് ബിഗ് ടാസ്ക്. ഹൗ ഡു യു മാനേജ് ഇറ്റ്? ഫസ്റ്റ് നമ്മൾ ഇവിടുത്തെ ഷോറൂം പോയി നോക്കും എന്തൊക്കെ ഉണ്ടെന്ന്. അപ്പൊ കിട്ടില്ല.
ഒന്നും കിട്ടില്ല ആൻഡ് Okay. നല്ല വിലയായിരിക്കും. ദെൻ Okay. ഐ റാദർ ടേക്ക് ഫ്രം ഔട്ട്സൈഡ്. Yeah. ഇപ്പോൾ മെയിൻലി UK അവർ Okay. വളരെ ഫ്രണ്ട്ലി സപ്ലയേഴ്സ് ഉണ്ട്. Okay. പിന്നെ ജർമ്മനിയിൽ ഇപ്പോൾ കുറെ കിട്ടുന്നുണ്ട്. ആൻഡ് ഓൾസോ ഐ മീൻ ജർമ്മനി നൗ Yeah. So he's പഠിക്കും അവിടെ. studying in Germany. So അവിടുന്ന് കൊണ്ടുവരാനും സോഴ്സിനും ഒന്നുകൂടി അതെ അതെ you അതെ. can just maybe you can പിന്നെ go and ഇവിടുന്ന് talk to them as well, ആ right? അതെ അതെ. പിന്നെ ഇവിടുന്ന് എയർപോർട്ടിൽ കുറച്ച് കസ്റ്റംസ് അടിച്ചിട്ട് Okay. വരാം. അപ്പോൾ കുഴപ്പമില്ല. Okay. Fine. Fine. എല്ലാത്തിനും ഈവൻ ഇപ്പോൾ ഈവൻ ദ വൈപ്പേഴ്സ് Mm-hmm. ഞാൻ പുറത്തുനിന്ന് കൊണ്ടുവരാം. ബിക്കോസ് ഇറ്റ്സ് ഹാഫ് ദ പ്രൈസ്. ബിക്കോസ് ഇറ്റ് മേക്ക് സെൻസ്. Yeah. വൈ വുഡ് ഐ സ്പെൻഡ് ഹിയർ സെയിം തിങ് For പുറത്ത്. same thing. ആ അപ്പോൾ Exactly സെയിം same thing. തിങ് അതെ അതെ. ഒരു 3 days സ്കൂളിൽ വെയിറ്റ് ചെയ്യണമെന്നുള്ളൂ. മനസ്സിലായി മനസ്സിലായി. ഗുഡ് ഗുഡ്. അപ്പോൾ ഇനി എന്തെങ്കിലും ഫെർദർ അപ്ഗ്രേഡേഷൻ പ്ലാൻസ് ഉണ്ടോ സ്റ്റീവിന്? ഇനിയും മോർ ഓഫ് കൺവീനിയൻറ്റ് തിങ്സ് Mm-hmm. ലൈക്ക് ഇപ്പോൾ ഇങ്ങനെ എന്താ പറയുക, ഇപ്പോൾ നമ്മുടെ ഈ ലക്ഷറി കാർസിൽ കാണുന്നത്, കാരണം ഇത് ഓൾമോസ്റ്റ് ഡെയിലി ഡ്രൈവർ കാറായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. Okay. ഡീറ്റെയിലിംഗ് ഞാൻ ഇത് ഡെയിലി ആയിട്ട് മനസ്സിലായി. യൂസ് ചെയ്യും, കാരണം അത്ര പ്രാക്ടിക്കലായി വണ്ടി. ആഹാ. അപ്പോൾ കുറച്ച് കൺവീനിയൻറ്റ് തിങ്സ്, ഇപ്പോൾ ട്രങ്ക് മാനുവലാ, Okay. അതൊക്കെ ഓട്ടോമാറ്റിക് ഓ അങ്ങനത്തെ ഒക്കെ ഓ കാണിക്കുന്നത്. അങ്ങനത്തെ ഐ മീൻ നോട്ട് മോർ ഇൻടു പെർഫോമൻസ്. നോ 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 പെർഫോമൻസ് ഓൾറെഡി എല്ലാം ചെയ്ത് കഴിഞ്ഞു. ഇനി ഇപ്പോൾ ഓൾറെഡി പ്രത്യേകിച്ച് ചെയ്യാനില്ല. 120 വീൽ സ്പിന്നാ. 120 you are getting wheel spin. സോ ഐ ഡോണ്ട് നീഡ് മോർ ദാൻ ദാറ്റ്. Yeah. Nobody will need anything more ഈ than that. റോഡിലും അല്ല നടക്കില്ല. ഈ റോട്ടിലും നമ്മുടെ ഇപ്പോഴത്തെ കണ്ടീഷൻസ് വെച്ചിട്ടും ദിസ് ഇസ് ക്വൈറ്റ്. M2ന്റെ മെയിൻ സ്പെഷ്യാലിറ്റി അതിന്റെ സൈസ് തന്നെയാണ്. ഇപ്പോഴാണ് M4ന്റെ സെയിം എഞ്ചിനാണ് ഷെയർ ചെയ്യുന്നത്. ആ സെയിം എഞ്ചിനും ഈ സൈസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബീസ്റ്റ്. അങ്ങനെ തന്നെ നമുക്ക് ഈ വെഹിക്കിളിനെ ഡിസ്ക്രൈബ് ചെയ്യാം. ദ വെഹിക്കിൾ പെർഫോമൻസ് ആയാലും ഹാൻഡ്ലിംഗ് ആയാലും ഇറ്റ്സ് വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് നമുക്ക് പറയാം. പിന്നെ ഓൾറെഡി മ്യൂസിക് സിസ്റ്റത്തിനെ പറ്റി എനിക്ക് പറഞ്ഞു. നമ്മൾ വരുന്ന വഴിക്കും നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മ്യൂസിക് സിസ്റ്റത്തിന്റെ കാര്യം വന്നത്. വാട്ട് ആർ ദ മോഡ്സ് ഡൺ ഓൺ ദാറ്റ്? ഇറ്റ്സ് ക്വൈറ്റ് യു നോ. ഓക്കെ, അങ്ങനെ പറയുമ്പോൾ നീ വന്നാൽ ക്വാളിറ്റിയിലൊരു ഓഡിയോ സിസ്റ്റം ആയിട്ട് എനിക്ക് തോന്നി. I think it's the best system that you get for BMW. ഓഡിയോ സിസ്റ്റം. ഈ ഓഡിയോ സിസ്റ്റം, ഈവൻ ദോ ഇറ്റ്സ് കുറച്ച് എക്സ്പെൻസീവ് സൈഡ് ആണെങ്കിലും ഇറ്റ്സ് കൈൻഡ് ഓഫ് വർത്ത് ഇറ്റ്. കാരണം വയറിംഗ് എക്സ്ട്രാ വരുന്നില്ല, എല്ലാം Okay. പ്ലഗ് ആൻഡ് പ്ലേ. Oh, that also is plug and play. എവറിത്തിങ് ഇസ് പ്ലഗ് ആൻഡ് പ്ലേ. ഈവൻ ദി ആംപ്ലിഫയർ പ്ലഗ് ആൻഡ് പ്ലേ, Oh, സബ് പ്ലഗ് ആൻഡ് പ്ലേ. എക്സ്ട്രാ സബ് വെക്കേണ്ട നേരത്തെ കേട്ടത്. മ്യൂസിക് സിസ്റ്റത്തിൽ സ്റ്റീവ് ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ എമൗണ്ട് എത്ര പറയുന്നില്ല. പക്ഷെ വാട്ട് ഇസ് ദ റീസൺ? എന്തുകൊണ്ടാണ് ഇത്രയും ഹെവി ആയിട്ട് മ്യൂസിക് സിസ്റ്റത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കാരണം? ഫസ്റ്റ് തിങ് BMW വയറിംഗ് സെൻസിറ്റീവ്. അതെ എനിക്കറിയാം. പിന്നെ വാറന്റി ഇഷ്യൂസ് ഒക്കെ വരും, അതുകൊണ്ട് അതിൽ തൊട്ടില്ല വയറിംഗ്. അതുകൊണ്ട് പ്ലഗ് ആൻഡ് പ്ലേ ഓക്കെ ചെയ്തു. ഓക്കെ. പ്ലഗ് ആൻഡ് പ്ലേ ആകുമ്പോൾ നമുക്ക് വയർ നോർമലി ഒന്നുമില്ല, എല്ലാ just- മാനുഫാക്ചേഴ്സും വാറണ്ടി കട്ടാവും, അതെ, അല്ലെങ്കിൽ അതെ. മോർ കോംപ്ലിക്കേഷൻസ് വരുന്നത് വയർ കട്ടിങ്ങിലാണ്. ഒരു എറർ ഒന്നും വരില്ല. ഓക്കെ പിന്നെ ഒത്തിരി ലോങ് ഡ്രൈവ്സ് പോകും ഓക്കെ. സോളോ ആയിട്ട്. സോളോ ആയിട്ട്? സോളോ ആയിട്ട് ലൈക്ക് ബാംഗ്ലൂർ അത്യാവശ്യം കുറേ പോയിട്ടുണ്ട് ഈ വണ്ടിക്ക്. അത് ശരി. ഓക്കെ. ഇപ്പോൾ ഇത് വൺ ടൈം മുംബൈയിൽ നിന്ന് വരെ ഓടിച്ചിട്ട് വന്നിട്ട് ഒരു കുഴപ്പമില്ലാണ്ട് ഓടിച്ചിട്ട് വന്ന. സോളോ അല്ല, അതൊരു ഫ്രണ്ട് ഉണ്ട്. കാരണം മുംബൈയിൽ നിന്ന് വരുമ്പോൾ Yeah, you need somebody, yeah, to at talk least. to. അല്ലെങ്കിൽ നമുക്ക് ഒരു ഗോസ്റ്റ് ഫീൽ തോന്നും. അതാണ്. പിന്നെ അത് ഒറ്റ സ്ട്രെച്ചിൽ തന്നെ വന്നു, വണ്ടിക്ക് ഒരു കുഴപ്പമില്ല. ഓക്കെ അപ്പോൾ ഫോർ ഓൾ ദാറ്റ് ഐ തിങ്ക് സ്പീക്കേഴ്സ് ആർ വർത്ത് ഇറ്റ്. ഓക്കെ. പിന്നെ ഡ്രൈവർ പ്രൊഫൈൽ ഓറിയന്റഡ്. ഓറിയന്റഡ് ആണല്ലേ? അതെ, ഓക്കെ. കംപ്ലീറ്റ് സ്പീക്കേഴ്സ് ഡ്രൈവർ ഓറിയന്റഡ് ആണ് അല്ലേ? അതെ, സ്വിച്ച് ചെയ്യാം. ഓക്കെ. 2 ബട്ടൺ ആക്കിയിട്ട് സ്വിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ വൈൽ ഐ വാസ് ആസ്കിങ് ദാറ്റ്, ഇപ്പോൾ മുംബൈ എന്നുള്ള ഡ്രൈവ് വന്നപ്പോഴാണ് ഞാൻ മറ്റൊരു കാര്യം ചോദിച്ചത്. ഹൗ വാസ് ദ ഡ്രൈവ് എന്ന് വെച്ചാൽ M2 പോലത്തെ ഒരു വെഹിക്കിളിൽ പെർഫോമൻസ് മെഷീനിൽ മുംബൈ ടു കൊച്ചിൻ, ഹൗ വാസ് ദ ഡ്രൈവ് എക്സ്പീരിയൻസ്? വെഹിക്കിൾ എടുത്തിട്ടുള്ള വരെ വരുന്നത്? അല്ല, വെഹിക്കിൾ അവിടെ ഒരു വർക്ക് ഉണ്ടായി. ഓക്കെ എൻജിൻ ഒന്ന് അപ്ഗ്രേഡ് ചെയ്തു, Okay. അതിന് ബോൾട്സ് ഒന്ന് ടൈറ്റൻ ചെയ്തു. പുറത്തുനിന്ന് സാധനം കൊണ്ടുവന്നിട്ട് ഓക്കെ മുംബൈയിൽ മാത്രമേ ചെയ്യുന്നുണ്ടായുള്ളൂ. അപ്പോൾ അങ്ങോട്ട് വണ്ടി വിട്ടു, ഓക്കെ. തിരിച്ചു ഓടിച്ചുകൊണ്ട് വന്നു. കാരണം അത് അഡാപ്റ്റ് ആവണം എൻജിനായിട്ട്. ഓ, ഇത്ര റണ്ണിങ് ടൈം വേണം വേണം, വെഹിക്കിളിന്? വേണം. ഓക്കെ ഒരു ഓക്കെ അറൌണ്ട് 600-700 കിലോമീറ്റേഴ്സ് റണ്ണിങ് ഒരു അഡാപ്റ്റേഷൻ ടൈം ഉണ്ട്. ഓക്കെ. അപ്പോൾ അങ്ങനെ അത് ചെയ്തല്ലോ. അപ്പോൾ ഐ മീൻ ഹൗ വാസ് ദ ഡ്രൈവ് അതാണ് yeah, ചോദിക്കുന്നത്. about പെർഫോമൻസ് that. ആയാലും കംഫർട്ട് ആയാലും എന്ന് വെച്ചാൽ ഇങ്ങനത്തെ വെഹിക്കിൾ Bangalore- പൊതുവെ ആൾക്കാർ അറിയാം. ബാംഗ്ലൂർ മൈറ്റ് ഓക്കെ 500 കിലോമീറ്റേഴ്സ്, ബട്ട് സ്റ്റിൽ ഗുഡ് റോഡ്. ഗുഡ് റോഡ്. പക്ഷേ എൻ്റെ ഫാദർ മുംബൈയിൽ നിന്ന് ഒരു 3-4 വട്ടം ഓടിച്ച് വരുന്നുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞ നല്ല റോഡാ, ഓക്കെ. അപ്പോൾ റെക്കമെൻഡ് ചെയ്ത് ഓടിച്ചിട്ട് വരാം. പിന്നെ ഹിസ് ഫാദർ ഇസ് എ ഹാർഡ് കോർ ഓഫ് റോഡിങ് ഗായ്. ആൾക്ക് ഓഫ് റോഡ് ചിലപ്പോൾ സ്മൂത്ത് ആയിട്ട് പോകുന്നു. അപ്പോൾ മുംബൈ എക്സ്പ്രസ് ഹൈവേ ഐ ഡോണ്ട് നോ വാട്ട് ഹി വിൽ ബി ഡൂയിങ്. വെളുപ്പിനെ ഇറങ്ങി, ഒരു 3-3 ഇറങ്ങി. ഓക്കെ എന്നിട്ട് ഇടയ്ക്കൊന്ന് സ്വിച്ച് ചെയ്തു, സ്റ്റോപ്പ് ചെയ്തില്ല. വിത്തൗട്ട് വിൽ സ്റ്റോപ്പ് ഒരു ബാംഗ്ലൂർ എത്തുമ്പോൾ. ഓക്കെ. പിന്നെ വിചാരിച്ചു 6 മണിയായിട്ടുള്ളൂ, 6 PM ആയിട്ടുള്ളൂ, എനിക്ക് നേരെ വരാമല്ലോ വിചാരിച്ചിട്ട് ഇവിടെ എത്തി. ഒരു വിത്തിൻ 21 hours 23 hours. ഗുഡ് ഗുഡ്. സോ യു ആർ സെയിങ്, ഞാൻ ചോദിച്ചു വന്നത് ഡ്രൈവ് വാസ് കംഫർട്ടബിൾ. ഇറ്റ് വാസ് കംഫർട്ടബിൾ. എനിക്ക് സ്റ്റോപ്പ് ചെയ്യാൻ തോന്നില്ല. അതിൽ ഇഫ് യു ആർ ടയേർഡ് ലൈക്ക് Yeah, you'll take a break. Exactly. Yeah, that's fine.
നമുക്ക് ഇതിൻ്റെ എക്സോസ്റ്റോട്ട് നോക്കാം എന്ന് വെച്ചിട്ട് ഇറ്റ്സ് ക്വൈറ്റ് ഇംപ്രസീവ് സൗണ്ട്. നമ്മൾ വരുന്ന വഴിക്ക് തന്നെ ഞാൻ ഒരുപാട് തവണ ഗ്ലാസ് റോൾ ചെയ്തിട്ട് ഐ കുഡ് എൻജോയ് സൗണ്ട്. സോ ഐ ജസ്റ്റ് വോണ്ട് മൈ വ്യൂവേഴ്സ് ടു എൻജോയ് സെയിം പ്ലീസ്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടർ ഈ വെഹിക്കിളിൻ്റെ കീ ഇറ്റ് സെൽഫാണ്. സ്റ്റീവ് ബൈ ദ വേ നമ്മൾ മുന്നത്തെ എപ്പിസോഡിൽ M3 ചെയ്തിട്ടുള്ള ക്രിസ്റ്റിയുടെ ബ്രദറാണ്. ഓക്കെ, അപ്പോൾ അന്ന് നമുക്ക് ആ വെഹിക്കിൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഉണ്ടായ ഒരു ഇൻസിഡൻറ്റ്, നമ്മൾ വി വർ അറേഞ്ചിങ് ഓൾ ദ വെഹിക്കിൾസ് ബിക്കോസ് യു ഗൈസ് ഹാവ് എ മസ്താങ്, M3, M2, Audi TT, 4-5 വണ്ടി, പിന്നെ GTI. അപ്പോൾ സ്റ്റീവിൻ്റെ വെഹിക്കിൾ മാത്രം ക്രിസ്റ്റി മാറ്റുന്നില്ല. അപ്പോൾ ഞാൻ ക്രിസ്റ്റിയോട് പറഞ്ഞു, ക്രിസ്റ്റി ഈ M2 കൂടി ഇങ്ങോട്ട് ഇട്ടുകയാണെങ്കിൽ നമുക്ക് 2 BM കിടക്കുമ്പോൾ ഒന്നുകൂടി അപ്പീലിംഗ് ആയിട്ടുള്ള വീഡിയോ കിട്ടുന്നു. അപ്പോൾ ക്രിസ്റ്റി പറഞ്ഞു, ശങ്കരേട്ടാ അത് ഞാൻ ഇപ്പോൾ ശരിയാക്കിയതുകൊണ്ട് ഹീസ് കോളിങ്. അപ്പോൾ ഐ ഡിഡ്ന്റ് ന്യൂ ഹി വാസ് കോളിങ് യു. സോ കീ കംപ്ലീറ്റ് ഹി ഹാഡ് ടു അൺലോക്ക് ദ വെഹിക്കിൾ ഫ്രം ജർമ്മനി. സ്റ്റീവിൻ്റെ ഫോണിലാണ് ഈ കംപ്ലീറ്റ് ആയിട്ടുള്ള കീ ഇൻറ്റിഗ്രേറ്റ് ഇരിക്കുന്നത്. ഓക്കെ, ബട്ട് യു ഡു ഹാവ് വൺ കീ അല്ലേ? Yeah, I do have one key, but it's with me. മോറൽ ഓഫ് ദ സ്റ്റോറി ഈസ് ക്രിസ്റ്റി നാട്ടിലില്ലെങ്കിൽ വണ്ടി ആരും ഓടിക്കാൻ പാടില്ല. അതാണ് അല്ല, സ്റ്റീവ് നാട്ടിലില്ലെങ്കിൽ വണ്ടി ക്രിസ്റ്റി ഓടിക്കാൻ പാടില്ല. അതാണ് ദ തിങ് വാട്ട് ഈസ് സെയിങ്. അപ്പോൾ ഹൗ ഡിഡ് യു മാനേജ് ടു ഡു ദ കീ തിങ്? It was a long thing. എനിക്ക് ആക്ച്വലി ഇത് മനസ്സിലുണ്ടായില്ല. ഓക്കെ അപ്പോൾ കൊച്ചിയിലെ വാഗ്റ്റ്യൂ എന്ന് പറഞ്ഞ ഷോപ്പ് ഉണ്ട്. ഓക്കെ അപ്പോൾ ദേ ഗേവ് മീ ദിസ് ഐഡിയ, ഇങ്ങനത്തെ ഒരു OEM പാർട്ട് വരുന്നുണ്ട്. നോട്ട് OEM പാർട്ട്, ലൈക്ക് ഇറ്റ് ഡസൻറ്റ് ഹാർനസ് യുവർ ലൈക്ക് പ്ലേ വിത്ത് ദ വയറിംഗ് സിസ്റ്റം. ഓക്കെ അഗൈൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓക്കെ, പക്ഷെ ഒരു ബഡ്ജറ്റ് കൂടുതലായിരുന്നു. സോ ഐ ഡ്രോപ്ഡ് ഇറ്റ് ഇൻ ദ ബിഗിനിങ്. Okay. ദെൻ ലേറ്റർ ഐ അണ്ടർസ്റ്റുഡ് പീപ്പിൾ ആർ മിസ്യൂസിങ് ദ കാർസ്. ഈ സർവീസിന് ഷോറൂം ഈ പല സ്ഥലത്ത് കൊടുക്കുമ്പോൾ ആൾക്കാർ പറയുന്നുണ്ട് നിന്റെ വണ്ടി എടുത്ത് പോകുന്നുണ്ട് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ കേട്ടപ്പോൾ ഓക്കെ, ഐ ഷുഡ് കീപ് ട്രാക്ക് ഓഫ് ദിസ് കാർ. അപ്പോൾ ഇതിൽ ലൊക്കേഷൻ, എൻജിൻ്റെ സ്റ്റേറ്റസ്, ബാറ്ററിയുടെ സ്റ്റേറ്റസ്, ട്രങ്ക് ഓപ്പണിംഗ്, എൻജിൻ സ്റ്റാർട്ട് ചെയ്യാം, ഓഫ് ചെയ്യാം, AC, അങ്ങനത്തെ ബേസിക്കലി കൺട്രോൾ ദ ഹോൾ കാർ. ആൻഡ് എല്ലാം ഇന്റർനെറ്റ് വഴിയാണ്. ഓക്കെ, അപ്പോൾ അന്ന് നമ്മൾ വിളിച്ചപ്പോൾ ക്രിസ്റ്റി വിളിച്ചപ്പോൾ യു വർ ഇൻ ജർമ്മനി ആൻഡ് ക്രിസ്റ്റി വാസ് ഇൻ കൊച്ചിൻ. അപ്പോൾ അവിടുന്നാണ് ഹി ഡിഡ് അൺലോക്ക് ദ കാർ സ്റ്റാർട്ട് ചെയ്ത് കൊടുത്തത്. ഓക്കെ, സോ ദാറ്റ് വാസ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്. ഞാൻ ഇത് പറഞ്ഞു തരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഹി ഹാസ് ഡൺ എ ലോട്ട് ഓഫ് സ്മോൾ മൈന്യൂട്ട് തിങ്സ്. ഒരുപാട് ഞാൻ വിട്ടുപോയിട്ടുണ്ട് സ്റ്റീവ്. എന്നുവെച്ചാൽ ഇൻറ്റീരിയേഴ്സിലാണെങ്കിലും ഗിയർ ഷിഫ്റ്റേഴ്സ്, ദ മ്യൂസിക് സിസ്റ്റം ആസ് ഐ മെൻഷൻഡ് ഏർലിയർ, ഡീറ്റെയിലിംഗ് ഓഫ് ഒരുപാട് കാർബൺ ഫൈബർ കോമ്പോണൻസും ആഡ് ചെയ്തിട്ട് ഹി ഹാസ് ഡൺ ഇറ്റ്സ് എ നൈസ് കോമ്പിനേഷൻ. എന്ന് വെച്ചാൽ വെഹിക്കിളിൽ ലുക്സ് മാത്രമല്ല പെർഫോമൻസിലും കംഫർട്ടിലും ഹി ഹാസ് ഡൺ. പൊതുവേ ആ ഒരു ബാലൻസ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. ലുക്സ് കൂടുമ്പോൾ ഒന്നെങ്കിൽ കംഫർട്ടിൻ്റെ കാര്യത്തിൽ കുറവ് വരും, അല്ലെങ്കിൽ പെർഫോമൻസ് മാറും. ബട്ട് ഓൾ ദിസ് ഹി ഹാസ് ഡൺ. അതും ഈ പറഞ്ഞ പോലെ ഇൻ ദ പ്രോപ്പർ വേ, നോ വയർ കട്ടിങ്, നത്തിങ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പുള്ളിക്ക് ആ ഒരു ടെൻഷൻ ഇല്ല. പൊതുവേ വയർ കട്ട് ചെയ്യുമ്പോൾ വാറണ്ടി ഒരുപാട്, മേ ബി ദർ ഇസ് ചാൻസ് ഫോർ മോർ കോംപ്ലിക്കേഷൻസ് ആൻഡ് ഓൾ. സോ ഹി ഹാസ് ടേക്കൻ കെയർ ഓൾ ദ ഫാക്ടേഴ്സ്. ആൻഡ് ഓൾസോ ഐ ഫോർഗോട്ട് ടു മെൻഷൻ കംഫർട്ട് പറഞ്ഞപ്പോൾ ഇപ്പോൾ സസ്പെൻഷൻ സ്റ്റോക്ക് തന്നെയാണ്. ഓക്കെ, അപ്പോൾ കുറേ റീസേർച്ച് ചെയ്ത ആൾക്കാരോട് സംസാരിച്ചപ്പോൾ KWയുടെ എന്തോ കംഫർട്ട് കൂട്ടാൻ പറ്റണേ മറ്റേ അഡാപ്റ്റീവ് ഡാമ്പേഴ്സ് ആയിട്ട് വരുന്നുണ്ട്. പക്ഷെ സ്റ്റിൽ ഇറ്റ്സ് ആഫ്റ്റർ മാർക്കറ്റ് ഓർ എന്താ പറയുക മോഡിഫൈ ചെയ്യണേ. അപ്പോൾ എന്തെങ്കിലും സ്റ്റോക്കിൻ്റെ അത്ര കംഫർട്ട് വരില്ല. മനസ്സിലായി. അപ്പോൾ ഫർദർ റീസേർച്ച് മറ്റേ ജർമ്മനിയിൽ ഗോട്ട് ടു നോ M2 CS ഇതുണ്ട്, എന്താ പറയുക അഡാപ്റ്റീവ് ഡാമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ അത് വരുന്നില്ല. ഓക്കെ, സോ അതോടെ എടുത്താലോ എന്ന് ആലോചിക്കുന്നുണ്ട്. So that is what I was trying to tell. അപ്പോൾ സ്റ്റീവിന്റെ അടുത്ത അജണ്ട അല്ലെങ്കിൽ അടുത്ത മിഷൻ is to study about this particular suspension and damper, and if it is good he'll surely install it. ഈ വീൽസിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഈ കളറ് ഒരു ലേമാൻ നോക്കിയാൽ സാധാ ബ്രോൺസ് ഗോൾഡ് വീൽസ് ആയിട്ട് ഒന്ന് M5 CS ഒക്കെ പറയാം. പക്ഷെ ദ തിങ് ഇസ് ജർമ്മനിയിൽ M3 CS ഭയങ്കര കോമണാണ്. ഓക്കെ, അപ്പോൾ അത് കണ്ട് ഭയങ്കര ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അത് ഭയങ്കര കളറായിട്ട് തോന്നി. ബട്ട് ഐ നോ ഇറ്റ്സ് നോട്ട് ദി 100% ലൈക്ക് എക്സാക്ട്ലി ദി സെയിം, പക്ഷേ ഇറ്റ്സ് ഓൾമോസ്റ്റ് കെയിം ഔട്ട് ലൈക്ക് ദാറ്റ്. അതിപ്പോൾ സ്റ്റീവ് നേരത്തെ പറഞ്ഞ പോലെ പെട്ടെന്ന് കാണുമ്പോൾ ഒരാൾക്ക് തോന്നുന്നത് ജസ്റ്റ് അനദർ പെയർ ഓഫ് ഗോൾഡൻ വീൽസ്. അതെ, പക്ഷെ അത് സ്റ്റീവിന്റെ വെഹിക്കിൾ നോക്കുമ്പോൾ തന്നെ ഓൾ ദ വർക്ക് ഇസ് ലൈക്ക് ദാറ്റ്. ഡീറ്റെയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഓരോന്നിനും ക്വാളിറ്റി അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറി ബിഹൈൻഡ് ദാറ്റ് ഇസ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്. ഇതിന്റെ കളർ കോഡും ഇതുവരെ വന്നിട്ടില്ല, മറ്റേ ഈ വീൽസിന്റെ കളർ. പിന്നെ ഈവൻ ദ ഗ്രീൻ കളർ ഓഫ് ദിസ് കളർ കോഡ് വന്നില്ല. ഇത് നമ്മളിങ്ങനെ ഇരുന്ന് അടിച്ചടിച്ച് ട്രൈ ചെയ്ത് അതാണ് നമ്മൾ എപ്പോഴും പറയുന്നത്, പല എപ്പിസോഡിലും പറയാനുള്ള മറ്റൊരു കാര്യമാണ്. നമ്മൾ ഒരു വെഹിക്കിൾ കണ്ടിട്ട്
ആ ഒരു നമ്മൾ അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്ന ഒരു രീതിയിലേക്ക് ആ വെഹിക്കിൾ എത്താൻ ദ ഓണർ മൈറ്റ് ഹാവ് ഡൺ എ ലോട്ട് ഓഫ് ഹോംവർക്ക്. പല ട്രയൽസ് ചെയ്യും, പല രീതിയിൽ പെയിൻസ്, വീൽസ്, ഒരുപാട് ഇത് ചെയ്തതിന് ശേഷമാണ് നമുക്ക് കാണുന്ന ആ ഒരു വൗ ഫാക്ടർ വെഹിക്കിളിനകത്ത് വരുന്നത്. എസ്പെഷ്യലി ഇൻ ദിസ് വെഹിക്കിൾ ദ മോസ്റ്റ് അട്രാക്റ്റീവ് പാർട്ട് വിൽ ബി ദ കളർ ഓഫ് കോഴ്സ്. പിന്നെ എക്സ്ട്രാ കാർബൺ ഫൈബർ എന്ന് വെച്ചാൽ ഹി ഹാസ് ഫിൽഡ് കാർബൺ ഫൈബർ എവരിവെയർ പോസിബിൾ. ഈ കാർബൺ ഫൈബർ AC സ്നിറ്റ്സറിന്റെ വെച്ചിരിക്കുന്ന ഈ സ്പോയിലറും, ഓക്കെ, ഇപ്പൊ സ്പോയിലറിന്റെ അടിയിൽ AC സ്നിറ്റ്സറിന് കാണാൻ പറ്റും, ബ്രാൻഡിങ് ഉണ്ടല്ലേ? ബ്രാൻഡിങ് ഉണ്ട്. അപ്പൊ ഈ കാണാസും സെയിം തിങ്. സോ ഇറ്റ്സ് ലൈക്ക് കോംബോ പെയർ പോലെ ഫോർ എയറോഡൈനാമിക്സ്. ഓക്കെ, അപ്പോൾ ഒരു ഇവര് സ്റ്റാറ്റിസ്റ്റിക്സിൽ പറയുമ്പോൾ ഒരു 160-140 പോകുമ്പോൾ 200 കിലോസ് താഴോട്ട് പുഷ് ചെയ്യും. പുഷ് ചെയ്യും. കാരണം സ്റ്റെബിലിറ്റി, more traction, better എല്ലാം കിട്ടും. stability. സോ ഐ ഡു ഫീൽ ഇറ്റ്. ഇത് വൺ ടൈം ഇത് ഇല്ലാണ്ട് ഓടിച്ചിട്ടും കോൺഫിഡൻസ് പോയി. ആ ഒരു ആ ഡിഫറൻസ് ഒരു നമുക്ക് ഡിഫറൻസ് തോന്നും. ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ആ 200 കിലോസ് ബാക്കിലോട്ട് പുഷ് ചെയ്യുമ്പോൾ ആ ഒരു it's not thrust something കിട്ടുന്ന- small. yeah. ഇറ്റ്സ് നോട്ട് എ സ്മോൾ എമൗണ്ട് ഓൾസോ. അപ്പൊ നമ്മളൊക്കെ പലർക്കും അറിയാത്തൊരു കാര്യമാണ്, വിട്ടുപോകുന്ന ഒരു കാര്യമാണ് സ്പോയിലേഴ്സ്. നമുക്ക് പലരും തോന്നുന്നത് അത് വെറുതെ ഒരു കോസ്മെറ്റിക്കലി ഭംഗിക്ക് വേണ്ടി വെച്ചിരുന്ന കാര്യമാണ്. ബട്ട് ആസ് സ്റ്റീവ് ടോൾഡ് റൈറ്റ്ലി, അതിന് ഒരുപാട് ഫങ്ഷണാലിറ്റി ഉണ്ട്. നമുക്ക് ഡ്രൈവ് ചെയ്യുന്ന ആൾക്ക് ഒരുപാട് കോൺഫിഡൻസ് കൊടുക്കുന്ന ഒരു എലിമെന്റ് ആണ് സ്പോയിലർ. ഒരുപാട് വെഹിക്കിൾസിൽ, പെർഫോമൻസ് വെഹിക്കിൾ BF1, WRC അല്ലെങ്കിൽ whatever സൂപ്പർ കാർസ്, സ്പോയിലർ പ്ലേസ് എ ഹ്യൂജ് റോൾ. അത് നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ ഡ്രൈവർക്ക് ഒരുപാട് കോൺഫിഡൻസ് കൊടുക്കുന്ന ഒരു ഒബ്ജക്റ്റ് ആണ് സോ കോൾഡ് സ്പോയിലർ. Steve, it was really nice talking to you. Thank you for your time, man. Yeah, Bye. thank you so much.